മോദിക്കും രാഹുലിന് ശേഷം പ്രിയങ്കയും അമിത്ഷായും കേരളത്തിലെത്തുന്നു. വയനാട്ടിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വീണ്ടും വയനാട്ടിലെ ജനങ്ങളെ കാണാൻ അദ്ദേഹം എത്തിയിരുന്നു. അന്ന് BJPക്കും സംഘപരിവാറിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളും കടന്നാക്രമണങ്ങളും ഒക്കെ നടത്തി ജനങ്ങളെ കയ്യിലെടുത്ത് ജനങ്ങളോടൊപ്പം നിന്നാണ് രാഹുൽ ഗാന്ധി വയനാടിനോട് വിട പറഞ്ഞു പോയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മോദി തലസ്ഥാനത്തെത്തി ആറ്റിങ്ങലെയും തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണ റാലിയിൽ പങ്കെടുക്കാനായി അപ്പോഴും ശബരിമലയെ പരാമർശിക്കുകയോ വിശ്വാസങ്ങളെ മാത്രം ഊന്നിപ്പിടിച്ചുകൊണ്ട് ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കാതെ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് മോദിയും പ്രചരണത്തിൽ പങ്കെടുത്ത തലസ്ഥാന നഗരിയിൽ നിന്നും മടങ്ങി. അതിനുശേഷമാണ് സഹോദരനായി പ്രചരണ രംഗത്ത് ഇറങ്ങാൻ പ്രിയങ്ക ഇന്ന് വയനാട്ടിലെത്തുന്നത്. കെ സുരേന്ദ്രന്റെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ പത്തനംതിട്ടയിലും എത്തുന്നത്. എന്തായാലും ഇത് BJPയിലും കോൺഗ്രസിലും വലിയ ഉണർവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം AICC ജനറൽ സെക്രട്ടറി ആയതിനുശേഷം ഇത് രണ്ടാം തവണയാണ് പ്രിയങ്ക വയനാട്ടിൽ വീണ്ടും എത്തുന്നത്. അമിത്ഷാ തൃശ്ശൂരിൽ വന്നതിന് ശേഷം ഇപ്പോൾ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനായി വീണ്ടും എത്തുന്നു. ഇനി വലിയ മുതിർന്ന നേതാക്കളെല്ലാം കേരളത്തിലെത്തുമ്പോൾ അത് ഇരു മുന്നണികളിലും വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത്. യെച്ചൂരി കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിനായി. പ്രിയങ്കയും മോദിയും രാഹുലും അമിത്ഷായും ഒക്കെ കേരളത്തിലെത്തുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുമൊക്കെ തന്നെയാണ് വഴിതെളിക്കുന്നത്. മാനന്തവാടിയിൽ രാവിലെ UDF പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പ്രിയങ്ക പുൽപ്പള്ളിയിൽ നടന്ന കാർഷിക സംഗമത്തിലും പങ്കെടുക്കും. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബാംഗങ്ങളുമായി പ്രിയങ്ക ചർച്ച നടത്തും. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്ക സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലും അരീക്കോടും നടക്കുന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും പ്രിയങ്ക പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എൻ്റെ സഹോദരൻ എൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്, അതിനൊക്കെ മേലെ ഞാൻ കണ്ട ഏറ്റവും ആത്മധൈര്യമുള്ള മനുഷ്യൻ, അവനെ കരുതലോടെ കാക്കുക. വയനാടെ അവൻ ഒരിക്കലും നിങ്ങളുടെ അഭിമാനം തകരാൻ അനുവദിക്കില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുലിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് പ്രിയങ്ക സഹോദരനായി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ പ്രിയങ്ക ഇന്ന് എത്തും എന്ന കാര്യത്തിൽ വയനാടും കേരളവും വലിയ ആകാംക്ഷയിലാണ്. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ലെന്ന് താൻ പറഞ്ഞത് രാഹുൽ കൃത്യമായി പാലിച്ചിരുന്നു. ഇനി അതേ നിലപാട് തന്നെയാണോ പ്രിയങ്കയും സ്വീകരിക്കുന്നത്? ശബരിമല എന്ന വാക്ക് പ്രിയങ്കയും ഉച്ചരിക്കുമോ, അതോ വിശ്വാസങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ആവർത്തനം തന്നെയാകുമോ വീണ്ടും ഉണ്ടാകുന്നത്? കർഷകരുടെ ആത്മഹത്യകളൊക്കെ പെരുകി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി UDF സർക്കാർ എന്തൊക്കെയാകും മുൻകരുതലുകൾ എടുക്കുന്നത്? അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കേരളത്തിലെത്തുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിനെയൊക്കെ മുൻനിർത്തിയാകും പ്രിയങ്ക സംസാരിച്ചു തുടങ്ങുന്നത് എന്ന് അനുമാനിക്കാം. അതേസമയം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് കഴിഞ്ഞ ദിവസം എത്തിയ അമിത്ഷാ ശബരിമല എന്ന വിഷയം അവിടെ തൃശ്ശൂരിൽ പരാമർശിച്ചിരുന്നു. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകും, അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞ അമിത്ഷാ ശബരിമലയുടെ വിശുദ്ധി തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചിരുന്നു. കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ഭക്തർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. 30,000 പേരെങ്കിലും ജയിലിൽ പിടിച്ചിട്ടു. നിരവധി സുപ്രീം കോടതി വിധികൾ ഇവിടെ നടപ്പാകാതെ കിടക്കുന്നു. ശബരിമല വിധി മാത്രം നടപ്പാക്കാൻ എന്താണ് ഇത്ര തിടുക്കം? അങ്ങനെയായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണ റാലിയിൽ അമിത്ഷാ ചോദിച്ചത്. ശബരിമല വിഷയം തന്നെ മുഖ്യ പ്രചരണ വിഷയമാക്കിയാകും അമിത്ഷായുടെ പ്രസംഗമെന്നാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയിരുന്നത്. എന്തായാലും ശബരിമല വിഷയം മുൻനിർത്തി തന്നെയാണ് BJP പ്രചരണമൊക്കെ കൊഴുപ്പിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അത് തന്നെയാണ് അവരുടെ പ്രചരണ ആയുധം. ശബരിമലയെ കൂട്ടുപിടിക്കേണ്ട എന്ന ഇടതുപക്ഷം പറയുമ്പോഴും വിശ്വാസത്തെ ഖനിക്കുന്ന രീതിയിലാണ് BJP പെരുമാറിയെന്നും ഒക്കെ രീതിയിൽ കോൺഗ്രസിന്റെ ആരോപണങ്ങളും ഒക്കെ വരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൂന്ന് മുന്നണികളും ശബരിമല തന്നെയാണ് വിഷയമാക്കി കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.